ഡിണ്ടിഗൽ പഠിക്കാൻ എത്തിയപ്പോൾ മുതലുള്ളൊരാഗ്രഹമായിരുന്നു ഒരു തഞ്ചാവൂർ യാത്ര. ഡിണ്ടിഗലിൽ നിന്ന് തൃച്ചിയിലേക്ക് ഒരു 1.5 മണിക്കൂർ ട്രെയിൻ യാത്ര, തൃച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ഒരു 50 മിനിറ്റ്. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ എന്തേ ഇത്ര ലേറ്റായി എന്നാലോചിച്ചാൽ അതിനുത്തരമില്ല. തഞ്ചാവൂർ സ്റ്റേഷനിലെത്തി അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറി നല്ല സുന്ദരി കുട്ടികളായി തഞ്ചാവൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് ബൃഹദീശ്വര ടെമ്പിളിലേക്ക്. ഓട്ടോയിൽ പോകും വഴി തന്നെ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാം. യു ക്യാൻ സീ മൈ എക്സൈറ്റ്മെൻറ്റ്. ചരിത്ര പുസ്തകത്തിൽ നിന്ന്, സിനിമയിൽ നിന്ന് എല്ലാം കണ്ട് കൊതി വന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അത് നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് യു ക്യാൻ ഗസ്. നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഒരു സ്ഥലം കാണുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ചുമ്മാ ഗൂഗിൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. 1010 AD രാജരാജ ഒന്നാമൻ പണി കഴിപ്പിച്ച ഒരു ശിവ ടെമ്പിളാണ് ബൃഹദീശ്വര ടെമ്പിൾ അഥവാ തഞ്ചാവൂർ പെരിയ കോവിൽ. ഇവിടുത്തെ ഇൻസ്ക്രിപ്ഷനിലൂടെയൊക്കെ കൈയോടിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിച്ച എത്രയോ ആൾക്കാർ കൈയോടിച്ച സ്ഥലങ്ങളിലൂടെയല്ലേ നമ്മൾ പോകുന്നത് എന്ന് തോന്നുന്നു. തഞ്ചാവൂർ ടെമ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് 80 ടൺ ഭാരമുള്ളൊരു കുംഭം ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അക്കാലത്ത് അത്രയും ഭാരമുള്ളൊരു സാധനം എങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് ഇപ്പോഴൊരു മിസ്റ്ററിയാണ്. മിസ്റ്ററി അല്ല, അത്ഭുതം എന്ന് വേണം പറയാൻ. തഞ്ചാവൂർ പാവകളെ കാണാതെ തഞ്ചാവൂരിൽ നിന്ന് എങ്ങനെ പോകും? വഴിയോരത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട് തഞ്ചാവൂർ പാവകൾ വിൽക്കുന്ന. പെരിയ ടെമ്പിളിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന ആർക്കിടെക്ചറിന് ഓരോ പ്രത്യേകതകളുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ നടന്ന് കാറ്റൊക്കെ കൊണ്ട് റിലാക്സായി കുറച്ച് സമയമെടുത്ത് കാണാൻ പറ്റിയ ഒരു അനുഭവമാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. ഞങ്ങൾ പോയ ദിവസം ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ ടെമ്പിളിൽ. തഞ്ചാവൂർ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ എടുത്താണ് പോയത്. ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതായിരുന്നു ഈ യാത്ര. ടാറ്റാ, ബൈ ബൈ.